ലോകം വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഓടിയ ആൾക്കാരുണ്ട്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓടിയെടുക്കുന്ന ആൾക്കാരുണ്ട്, അധ്വാനിച്ച് നടന്ന ആൾക്കാരുണ്ട്, മടിയന്മാരുണ്ട്. എല്ലാം ഒത്തുചേരുന്ന ഒരിടം ഖബർസ്ഥാൻ. പറ്റിയാൽ സമയം കിട്ടുമ്പം കുറച്ച് സമയം പോയിട്ട് ഖബർസ്ഥാനിൽ പോയിരിക്കണം. പള്ളിപ്പറമ്പ് ഖബർസ്ഥാനിൽ നടക്കണ വഴിക്ക് കണ്ട് സലാം പറയണതല്ല കേട്ടോ ഞാൻ പറയുന്നത്. നടക്കണ വഴിക്കുള്ള സലാം പറയലല്ല, അവിടെ പോയിട്ട് നിന്നിട്ടുള്ള ദുആ ചെയ്യലോ കാര്യങ്ങളോ ഒന്നുമല്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിന്നിട്ടൊക്കെ ചെയ്യണം, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഒന്ന് അവിടെ പോയിട്ട് പതിഞ്ഞിരിക്കണം. അവിടെ ഒരു കല്ലോ കാര്യങ്ങളോ എവിടെയെങ്കിലും പോയിട്ടൊന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് സമാധാനത്തിൽ ഒറ്റക്കൊന്ന് കുറച്ച് നേരം ഇരിക്കണം. അവിടുന്ന് കുറച്ച് ഇൻസൈറ്റ്സ് കിട്ടാനുണ്ട്. കാരണം എനിക്ക് മുമ്പേ നടന്നു പോയ മനുഷ്യരായി കിടക്കുന്നത് മുഴുവൻ എന്നെക്കാളും വലിയ വാശിക്കാരാണ് ഈ കിടക്കുന്നത്. എന്നെക്കാളും പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഓടിയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. എന്നെക്കാളും സ്നേഹമുള്ള മനുഷ്യന്മാർ ഇവിടെ ഉണ്ട്. എന്നെക്കാളും ദേഷ്യം കൊണ്ടിടുന്ന മനുഷ്യന്മാർ കൂട്ടത്തിലുണ്ട്. ലോകം വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഓടിയ ആൾക്കാരുണ്ട്, പൈസ ഉണ്ടാക്കണം വേണ്ടി ഓടിയെടുക്കുന്ന ആൾക്കാരുണ്ട്, അധ്വാനിച്ച് നടന്ന ആൾക്കാരുണ്ട്, മടിയന്മാരുണ്ട്. എല്ലാം വന്ന് അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് മണിമാളിക പണിഞ്ഞ ആൾക്കാരും അതിലുണ്ട്, കുടിലിൽ ജീവിച്ച ആൾക്കാരും അതിലുണ്ട്. എല്ലാം ഒത്തുചേരുന്ന ഒരിടം ഖബർസ്ഥാൻ. നാളെ എൻ്റെയും ഇടം അതേ ഖബർസ്ഥാനാണ്. അങ്ങനൊരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ നിസാരതയെക്കുറിച്ച് മനസ്സിലാക്കും. ഞാൻ വലിയ സംഭവം ഒന്നായിട്ട് ഞാൻ വലിയ ബലം പിടിച്ചിട്ടൊന്നും ജീവിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ എങ്ങനെ ബലം പിടിച്ചാലും, ഞാൻ കല്ല് പോലെ ബലം പിടിച്ച് ജീവിച്ചാലും, ഞാൻ കാറ്റുപോലെ മൃദുലമായി ജീവിച്ചാലും ഞാൻ മരിക്കും. ഞാൻ ഇതിലേക്കുള്ളത് തന്നെയാണ്. അപ്പോൾ കുറച്ച് ബലം പിടുത്തം കുറയും. ഞാൻ ഇതിലേക്കുള്ളതാണെന്നുള്ളൊരു ബോധം. സീരിയസ്ലി ഇരിക്കണം. ഇരുന്ന ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ സാധനം മനസ്സിൽ പല രൂപത്തിലുള്ള തോന്നലുകൾ വന്നിട്ടുണ്ട്. ഇരിക്കണം. നടക്കുമ്പോഴോ തിരക്ക് പിടിച്ച് പോകുമ്പോഴോ അതിൻ്റെ ഇടയ്ക്ക് വന്ന് നിന്നിട്ടുള്ള പ്രാർത്ഥനകൾക്കിടയിലോ ഒന്നല്ല. അതിനായി സമയം കണ്ടെത്തൊരു മെഡിറ്റേഷൻ പോലെ അവിടെ പോയി ഇരിക്കണം. കുറേ മനുഷ്യന്മാർ സ്വപ്നങ്ങൾ കൊണ്ട് ജീവിച്ച് തീർത്ത മനുഷ്യന്മാരാണ് എന്ത് ചെയ്യുന്നത്, കിടക്കുന്നത്. കുറേ സ്വപ്നം കണ്ട മനുഷ്യന്മാരൊക്കെ, നമ്മളെപ്പോലെ സ്വപ്നം കണ്ട ആൾക്കാർ, ആഴത്തിൽ സ്വപ്നം കണ്ട മനുഷ്യന്മാർ, ഒരു ലക്ഷ്യബോധം ഇല്ലാത്ത മനുഷ്യന്മാരൊക്കെ അവിടെ ഉണ്ട്. അപ്പം നമ്മളെ തന്നെ വലിയ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമില്ല എന്ന് അവിടെ പോകുമ്പോൾ മനസ്സിലാവും. കാരണം നമ്മളും ഇങ്ങോട്ടേക്കുള്ള യാത്രക്കാർ മാത്രമാണ്. ആ യാത്രക്കിടയിലുള്ള കുറച്ച് ചെറിയ ചെറിയ വിഷയങ്ങളാണ്. അതത്ര വലിയ ഗൗരവത്തിലൊന്നും എടുക്കണ്ട. കാരണം അവിടെ പോയി അവസാനിക്കാനുള്ളതാണ്. എന്നോട് പ്രശ്നം ഉണ്ടാക്കിയവനും ഇവിടെ അവസാനിക്കും, കേട്ട് നിന്ന് ഞാനും ഇവിടെ അവസാനിക്കും, ഞാൻ പറഞ്ഞാലും ഞാൻ എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കും. എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കാനുള്ളതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെങ്ങനെ ആലോചിക്കാൻ വേണ്ടി പറയും. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ ആലോചിക്കും. അപ്പോൾ നമ്മളെ മനസ്സിലിങ്ങനെ കുറേ ആൾക്കാർ വരും. നമ്മളെത്ര ആൾക്കാർ അങ്ങനെ ആലോചിക്കുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത്. എൻ്റെ മനസ്സിൽ ഒരാൾ ചിത്രം വന്നു എന്നുള്ളതല്ല, മറ്റ് പലരുടെയും മനസ്സിൽ അങ്ങനെ ഇഷ്ടപ്പെട്ട ആളുടെ ലിസ്റ്റിൽ ഞാനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതൊക്കെയാണ് ചിലപ്പം ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് ആ ഖബറിൽ കിടക്കുമ്പോൾ ബാക്കി ഉണ്ടാവുക. മറ്റുള്ളവരുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ടൊരു മനുഷ്യനായിട്ട്, അവരുടെ ഉള്ളിൽ ഒരു തീരാ നോവായിട്ട് തോന്നുന്ന രൂപത്തിൽ നമ്മളോടുള്ള ഇഷ്ടം ബാക്കി ഉണ്ടാവും.